ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഒരു പിക്ചർ വരച്ചിട്ട് അതിൽ കളർ കൊടുക്കുന്ന ഒരു പരിപാടിയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ പിക്ചറാണ് ഞാൻ വരച്ചത്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായോ? ക്ലോക്കാണ് ഞാൻ വരച്ചത്. നമുക്കിനി അതിന് കളറൊക്കെ കൊടുക്കാം. കളർ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് കളർ എടുത്ത് നമുക്ക് കൊടുക്കാം. നല്ല ഷെയ്ഡിങ്ങിൻ്റെ ഒക്കെ ഒരു ക്രയോണാണ്. നമുക്കിതെല്ലാം കൂടി പുറത്തേക്ക് എടുക്കാവേ. എന്നിട്ട് നമുക്ക് അതിന്ന് കളർ കൊടുക്കാം. ഇതൊരു ദിവസം ബ്ലൂ ഇല്ല ഗൈസ്, പൊട്ടിയായിരുന്നു. ഇങ്ങനെയാണ് ശരിക്കും കളേഴ്സ് വന്നത്. ബ്ലൂ പൊട്ടിയപ്പോൾ ഞാൻ കുറുമ്പിച്ചു. നമുക്ക് കളർ കൊടുക്കാം. യെല്ലോ കളറാണ് ഫസ്റ്റ് നമുക്ക് എല്ലായിടത്തും കൊടുക്കേണ്ടത്. പക്ഷെ ഞാൻ യെല്ലോ കൊടുക്കുന്നില്ല. ഞാനിവിടെയൊക്കെ ആദ്യം ഒന്ന് അലങ്കാരം പോലെ ചെയ്ത് നമുക്ക് ഫസ്റ്റ് പർപ്പിൾ കൊടുക്കാം. ക്ലോക്കിലെ സമയത്തിന് ഞാൻ പർപ്പിളാണ് കൊടുക്കുന്നത്. എല്ലാ സമയത്തിനും ഞാൻ പർപ്പിൾ കൊടുക്കാം. ഞാൻ ഞങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് നല്ല ചെടികളും പൂക്കളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പുറത്തിരുന്ന് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പുറത്ത് വന്നതാണ്. നമുക്ക് കളർ അടിക്കാം. 9 ഒരു ജി ആയി പോയിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. നമുക്ക് അത് എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം. നമ്മൾ സമയത്തിനെല്ലാം കളർ കൊടുത്തു. ഇനി നമുക്ക് ബ്ലാക്ക് കൊടുക്കണം. ബ്ലാക്ക് നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് ബ്ലാക്ക് കൊടുക്കാവേ. ഇനി നമുക്ക് ഇങ്ങനത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു ഓട്ടകൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇല്ലേ, അത് നമുക്കൊന്ന് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പെന്ന് പോലത്തെ സാധനം എടുത്ത് അതിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്രയോൺസ് വെച്ച് ചെയ്യാം. ഞാൻ ആ തോളയിൽ ഇങ്ങനെ കളേഴ്സ് കൊടുക്കുന്നുണ്ട്. തോളയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തോളയും കൂടി ഉണ്ട്. അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. 2 തോളകളുണ്ട്, അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ. കഴിഞ്ഞാൽ അടുത്ത കളറിലേക്ക് പോവാം. അടുത്ത നമുക്ക് റെഡ് ആവശ്യമുണ്ട്. നമുക്ക് റെഡ് എടുക്കാം. ബസ്സും ടൂറിസ്റ്റ് ബസ്സൊക്കെ ഈ കൂടി പോകുന്നുണ്ട്. റോഡ് സൈഡ് ആയതുകൊണ്ട് അതൊക്കെ പോവും. അപ്പം ഒരു മഴേൻ്റെ ഒരു കാലാവസ്ഥയൊക്കെ ഫീലിംഗ് ഉണ്ട്. നമുക്ക് ഇനി ഞാൻ കളർ അടിച്ചു. ഇനി നമുക്ക് എന്താ പറയുക, റെഡ് ഇവിടെ ഒരു നാക്ക് പോലത്തെ ഒരു സാധനം ഉണ്ട്, അതിനും കൂടി കൊടുക്കാം. പിന്നെ നമുക്ക് പെന്ന് വേണ്ട ആവശ്യമില്ല. നമുക്ക് ക്രയോൺസ് വേണം. ക്രയോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറുമ്പിച്ചിട്ട് എടുക്കുക കേട്ടോ ഗൈസ്. കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുൾ യെല്ലോ കൊടുക്കാം. വേഗം കഴിയും കേട്ടോ. ഈ ക്ലോക്കൊക്കെ കൊടുക്കുമ്പോഴേക്കും വേഗം കഴിയും. പക്ഷേ ഇത് കുറച്ച് വലുത് വരച്ചു. ഞാൻ വരച്ചപ്പോൾ അറിയാതെ വലുതായിപ്പോയതാണ്. എനിക്ക് നല്ല ചിത്രമൊക്കെ വരയ്ക്കാനറിയാം, അതുകൊണ്ട് പ്രശ്നമല്ല. നമുക്ക് ഇവിടെ എല്ലായിടത്തും കൊടുത്ത് ഒന്ന് ഫില്ല് ചെയ്യാം. ബ്ലാക്കിൻ്റെ സൈഡ് നമ്മൾ കൊടുക്കുമ്പോൾ അല്ലേ, ബ്ലാക്ക് യെല്ലോയിൽ പരന്ന ഏതെങ്കിലുമൊക്കെ ഒരു കളറായി വരും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. അതിനൊരു ട്രിക്ക് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഡബറും കൊണ്ട് അല്ലെങ്കിൽ മായ്ക്കാട്ടത്, അതാണ് ട്രിക്ക്. അല്ലെങ്കിൽ മാഞ്ഞില്ല, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുക. ഇഷ്ടമില്ലാത്തൊരു ക്ലോക്ക് വരയ്ക്കാതിരുന്നാൽ മതി. ഞാൻ ഇവിടെ ഫുൾ കളറും അടിച്ചു കൊടുക്കുകയാണ്. ബ്ലാക്കിൽ കൂടെ തന്നെയാണ് പോണത് കളറ്. അപ്പം നമുക്ക് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കാവേ. ഞാൻ അവിടെ ഒരു കാര്യങ്ങൾ വിചാരിച്ചിരിക്കുക. സ്കൂളത്തെ ഒരു കാര്യമാണ്.
ഞാൻ 2ാം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. എൻ്റെ ചേച്ചി 4ാം ക്ലാസ്സിലും പഠിക്കുന്നത്. നിങ്ങൾ ലാസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയണേ. എനിക്ക് ഇഷ്ടപ്പെടാത്തവരെ തോന്നുന്നുണ്ട്. നമുക്ക് ഫുൾ അടിച്ചു നോക്കാം. എന്തായാലും എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ, അടിച്ചു നോക്കാം. വലിയ ബസ്സൊക്കെ ഈ കൂടി പോയിട്ട്, അപ്പോൾ ലോറി അടക്കം ഈ കൂടി പോകുന്നതാണ്. ബസ് ഫസ്റ്റ് പോയിട്ടുണ്ട്. നമുക്ക് നമ്മൾ കാര്യത്തിൽ നിന്ന് മാറിപ്പോകരുത്. നമ്മൾ ഇപ്പം എന്ത് ചെയ്യാണ്, കളറടിക്കുന്നത്. ഇവിടെ നിറച്ചും പൂക്കളും അതും ഇതും ഒക്കെ ഉണ്ട്. അതിനൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. നമുക്ക് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനൽ ലുക്ക് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ക്രയോൺസൊക്കെ ഒന്ന് എടുത്ത് വെക്കാവേ. കുറേ ക്രയോൺസ് ഉണ്ട് കയ്യിൽ. കുറേ ക്രയോൺസ് അല്ല, കുറേ കളേഴ്സ് ഉണ്ടെന്നാണ് ഞാൻ പറയാൻ വന്നത്. കുറേ കളേഴ്സ് ഉണ്ട്. ഞാൻ എല്ലാ കളറും അടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ എടുത്ത് വെക്കാവേ. ഇനി ഞാൻ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാവേ. ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. ഇത് കണ്ടോ, ഇത് നമുക്ക് വായിച്ചാലും കുഴപ്പമില്ല. കണ്ടോ, ഇവിടെയാണ് കൂടുതൽ പരന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ക്ലോക്കാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും മറക്കരുതേ.